ഡ്രഗാണ്. നമ്മുടെ ശരീരത്തിലുള്ള സൈക്ലോ ഓക്സിനേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ആസ്പിരിൻ ബ്ലോക്ക് ചെയ്യുകയും പ്രോസ്റ്റോഗ്ലാൻഡിൻ്റെയും ത്രോംബോസിനേറ്റോൻ്റെയും സിന്തസിസ് കുറയ്ക്കുകയും ചെയ്യുന്നു. അത് നമ്മുടെ ശരീരത്തിൽ ഇൻഫ്ലമേഷനും ക്ലോട്ടിങ് ഫോം ചെയ്യാനുള്ള ടെൻഡൻസിയും കുറയുന്നുണ്ട്. ഇനി ആസ്പിരിൻ്റെ റോൾ എന്താണ് പ്ലേറ്റ്ലെറ്റിൽ? സോ പ്ലേറ്റ്ലെറ്റിലുള്ള സൈക്ലോ ഓക്സിനേസ് എന്ന് പറഞ്ഞ എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ ത്രോംബോസിനേറ്റോൻ്റെ ഫോർമേഷൻ അവിടെ നടക്കാതെ ആവുകയും പ്ലേറ്റ്ലെറ്റ് അഗ്രിഗേഷൻ എന്ന പ്രോസസ്സ് നടക്കാതാവുകയും ചെയ്യുന്നു. ദെയർ ബൈ ക്ലോട്ടിങ് ടെൻഡൻസി കുറയുന്നു. സോ ഇതിന് ലൈഫ് സ്പാന് പ്ലേറ്റ്ലെറ്റിന് ന്യൂക്ലിയസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ പുതുതായിട്ട് സൈക്ലോഓക്സിനേസ് എൻസൈം സിന്തസൈസ് ചെയ്യാൻ പറ്റില്ല. സോ ഇറിവേഴ്സിബിളി ആസ്പിരിൻ ബ്ലോക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇതിനൊരു 7 to 10 days ആസ്പിരിൻ ആക്ഷൻ ഉണ്ടാവും. സോ പ്ലേറ്റ്ലെറ്റിൻ്റെ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആക്ഷൻ ഫോർ അബൌട്ട് 7 to 10 days ആണ് ലാസ്റ്റ് ചെയ്യുന്നത്. അത് നമുക്കൊരു ക്ലിനിക്കൽ റെലവൻസ് പറയാൻ പറ്റുന്നത് ലോ ഡോസ് ആസ്പിരിൻ ആണെങ്കിൽ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് ആക്ഷനാണ്, ഹൈ ഡോസ് ആണെങ്കിൽ അനാൽജസിക്, ആൻറ്റിപയററ്റിക് ആൻഡ് ഇൻഫ്ലമേറ്ററി ആക്ഷനാണ്. ദെൻ നമുക്ക് ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ആസ്പിരിൻ ഇറിവേഴ്സിബിളി ആണ് സൈക്ലോഓക്സിനേസ് എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നത്. ബാക്കി എല്ലാ എൻസൈഡ്സും റിവേഴ്സിബിൾ ആയിട്ടുള്ള ഇൻഹിബിറ്റേഴ്സാണ്. നമ്മളിനി ഡോസ് വൈസ് ഇൻഡിക്കേഷൻസ് ആണ് നോക്കുന്നത്. ഒന്ന്, ലോ ഡോസ് ആസ്പിരിൻ 75 തൊട്ട് 100 mg/day റേഞ്ചിലാണ് ഡോസ് വരുന്നത്. കോമൺലി യൂസ് ചെയ്യുന്ന 75 or 81 mg ആണ്. ഇൻഡിക്കേഷൻ ആൻറ്റി പ്ലേറ്റ്ലെറ്റ് എഫക്റ്റ് ആണ്. യൂസസ് പ്രിവെൻഷൻ ഓഫ് മയോകാർഡിയൽ ഇൻഫ്രാക്ഷൻ, പ്രിവെൻഷൻ ഓഫ് ഇസ്കെമിക് സ്ട്രോക്ക്, പോസ്റ്റ്